ഒരു സാധാരണക്കാരന്റെ വീട്ടിലെ ഇന്നത്തെ ഒരു അവസ്ഥയാണല്ലോ. ഇതിപ്പോ കാണിച്ച് കുറെ കഴിവുകേട് അല്ലെങ്കിൽ കഴിവില്ലാഞ്ഞിട്ടാണോ ഇവനൊരു എ സി വെക്കാൻ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. ചിന്തിച്ചോളി. എ സി മേടിക്കാൻ കഴിവുകേടൊന്നുമില്ല. എ സി മേടിക്കണമെന്നെങ്കിൽ മേടിക്കാൻ പറ്റും. അതിനും വേറെ ചില കാരണങ്ങളൊക്കെ പിന്നിൽ ഉണ്ടാവും. എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ഇന്നിപ്പോ എ സി മേടിക്കാൻ കഴിയാത്തവരായിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും താഴെ കിടക്കുന്നവർക്കല്ലാണ്ട് മിക്ക ആൾക്കാർക്കും എ സി മേടിക്കാനുള്ള ഇതുണ്ടെങ്കിലും പല വീടുകളിലും എ സി ഇല്ല. അത്രയും ഇതായിട്ടുള്ളവരുടെ വീടുകളിലെ എ സി ഉള്ളൂ. അല്ലാത്തവരുടെ വീടുകളിലൊക്കെ എ സി ഇല്ലാത്ത വീടുകൾ വളരെയധികം കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില ചില ടെക്നിക്കുകളില്ലേ, അതായത് നമ്മുടെ കയ്യിലൊരു ടേബിൾ ഫാൻ ഒരു ഫാൻ ഉണ്ടായിരുന്നു. അപ്പൊ വാൾ ഫാൻ ഇല്ല. അപ്പൊ വാൾ ഫാൻ ആക്കിയിട്ട് നമ്മൾ ആ ജനൽമ കെട്ടിവെച്ചു. സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമുക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ ഊരിയെടുക്കാം. ഇതിങ്ങനെ വയ്ക്കാം. ഇനിയിപ്പോ രാത്രിയൊക്കെ ആകുമ്പോ ജനലടക്കണമല്ലോ. ഏഹ്, ഇത് നൈസായിട്ട് ജനലടച്ചിരിക്കും. ഇതിപ്പോ കാണുന്നവര് ഓർക്കും, "അശ്ശേ! എന്ത് വഷളത്തരാണ് ഇവനൊക്കെ ഇത്രയും ആയിട്ടും ഇവനൊരു എസി മേടിക്കാനുള്ള" അങ്ങനെ ചിന്തിക്കുന്നവര് ചിന്തിച്ചോളി. അതിനും യാതൊരു തെറ്റും ഞാൻ പറയുന്നില്ല. ഇത് സാധാരണക്കാരനായിട്ട് ഒരു വ്യക്തിക്ക് ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കില് ഇതേപോലെ ഉഡായിപ്പിലും നമ്മുടെ പുറത്തുള്ള ഒരു കാര്യം ചിന്തിച്ചാൽ നമ്മുടെ റൂമില് സീലിംഗ് ഫാൻ ഒരിക്കലും നിങ്ങള് ഈ ഒരു ചൂട് സമയത്ത് ഇടാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ഫാനിന്റെ ഒച്ചയില്ലാണ്ട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ലെന്ന്. എത്ര ചൂടുണ്ടെങ്കിലും. ആ ഒരു ഒച്ച വേണം. അപ്പൊ ഇട്ട് കഴിയുമ്പോ ആ മോളിലെ സീലിങ്ങിന്റെ ചൂട് കംപ്ലീറ്റ് താഴത്തേക്ക് ഇറങ്ങും. ഇനി അതിനുള്ളൊരു ഇതാണ് നമുക്ക് ഈ ഒരു ഫാൻ നേരെ ഓപ്പോസിറ്റ് ഉൾട്ടയായിട്ട് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ അകത്തുള്ള ഫാൻ ഇട്ടിട്ട് അകത്തുള്ള റൂമിലുള്ള എയറൊക്കെ അങ്ങട് വലിച്ച് പുറത്തേക്ക് വിടാൻ മാക്സിമം ശ്രമിക്കണം. ഉം. അത് ഒന്ന്. പിന്നെ ഒരു വൈകിട്ട് ഒരു 6 മണി 7 മണി ആ ടൈമിലൊക്കെ ആവുമ്പോ ഇതിങ്ങനെ ഇട്ടിട്ട് ഫാൻ ഓൺ ആക്കി ഇടുക. റൂമിലേക്ക് പുറത്തുന്നുള്ള ഒരു ചെറിയൊരു കൂളിംഗ് ഉണ്ടാവും. ഇപ്പൊ ഏകദേശം നമുക്കൊരു 6 മണി 6:30 7 മണി ആകുമ്പോഴായിരിക്കും മാക്സിമം പുറത്തൊരു ചെറിയൊരു വൈബ് കൂളിംഗ് ഒക്കെ ഉണ്ട്. അത് പുറത്തേക്ക് അകത്തേക്ക് വലിക്കാൻ നോക്കുക. മാക്സിമം വലിച്ചകത്ത് കയറ്റുക. കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ നമ്മളത് ചെയ്യുക. എന്നിട്ട് ഡോർ അടക്കുക. കിടന്നുറങ്ങുക. ഇനിയിപ്പോൾ ഡോർ അടക്കാണ്ടും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവരാണെങ്കിൽ മാക്സിമം ഡോർ അടക്കണ്ട. പക്ഷെ നമുക്കൊക്കെ ഇച്ചിരി ഭയമൊക്കെ ഉണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ ജീവികളെ അകത്തുനിന്ന് പുറത്തേക്ക് അകത്തുനിന്ന് കേറാനുള്ളൊക്കെ ചാൻസ് കൂടുതലാണ്. തൊട്ടടുത്ത് കനാലും ഇതൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ എന്താണെങ്കിലും ഇതെങ്ങനെയും ചിന്തിച്ചു കഴിഞ്ഞാൽ സാഹചര്യങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ എസി മേടിക്കാനുള്ള ഇത് കാശും ഇതൊക്കെ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇനിയിപ്പോ അങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിലും ഇതൊക്കെ ഒരു ഉടായിപ്പിലും നമുക്ക് ഒപ്പിക്കാൻ പറ്റും. അത്രയും. എന്തായാലും ഇതും കൊണ്ടൊന്നും ഒരു വലിയ പ്രതീതി എന്നൊന്നും ഞാൻ പറയൂല കേട്ടോ ചൂടിന്. ഇതൊരു സാഹചര്യം, ഒരു മനസ്സിനൊരാശ്വാസം. ഒരു കൂൾ എന്നൊക്കെ പറയൂലെ, ഒരു ഒരു ഇടത്തട്ട്. അത്രേ പറയാനുള്ളൂ. കാരണം ഇതിട്ട് കഴിയുമ്പോൾ നൈറ്റ് ആകുമ്പോൾ അത്യാവശ്യം പുറത്തുനിന്ന് നല്ല അത്യാവശ്യം കൂളിംഗ് പുറത്തുണ്ട്. അത് അത്യാവശ്യം കിട്ടും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഹോളിലിട്ടിട്ട് നമ്മുടെ ഇത് വയ്ക്കാം, എക്സോസ്റ്റ് ഫാൻ വേണമെങ്കിൽ വയ്ക്കാൻ പറ്റും. പക്ഷേ അത് പിന്നീട് നമുക്കതൊരു ഉപദ്രവമായിട്ട് മാറും. പിന്നീട് അത് വേണ്ട, നമ്മളൊരു എസി വെക്കുന്ന കാലഘട്ടം അല്ലെങ്കിൽ എസി വെക്കാൻ തുനിയുമ്പോൾ അത് അടച്ച് കളഞ്ഞാൽ മാതിരി